ഏട്ടൻ എവിടാ? എന്റെ കയ്യിന്ന് പോയി. എനിക്ക് ഏട്ടനെ ഇപ്പൊ കാണണം. എന്തിനാടി ഇപ്പൊ വന്നേ? അവര് പള്ളിയിലോട്ട് പോയപ്പോ ഞാനിങ്ങ് പോന്നു ഏട്ടാ. എനിക്കൊരു സമാധാനം ഇല്ല ഏട്ടാ. ഒന്ന് വേഗം വരുമോ? വരാ, നീ ടെൻഷൻ ആവല്ലേ. ഞാൻ ഇന്നലെ പോളിയുടെ റൂം വരെ ഒന്ന് വന്നേ. ഷെമി ഗൾഫിൽ നിന്ന് വന്നതിന്റെ ചെറിയ പരിപാടി. തൽക്കാലം നീ നമ്മുടെ മനസ്സിലോട്ടൊരു ഓട്ടോ വിളിച്ച് ചെല്ല്. ഞാൻ ഇവിടെ നിർത്തേണ്ട താമസം. വേഗം വരാം. ശരി ഏട്ടാ. എന്തുവാടാ? എന്തുവാടാ? ആകെ പ്രശ്നമാടാ. എന്നാ പ്രശ്നം? അവളുടെ വീട്ടിൽ ഞങ്ങളുടെ കാര്യം പൊക്കിയാ? എന്നിട്ട് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നടാ. അവളാ? ആ മനസ്സിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് വേഗം ചെല്ലാൻ. ഇനിയിപ്പം ദൂരം വെച്ചേക്കുന്നടാ. ഓ സോറി അളിയാ, സോറി. ഞാൻ ഈ വെപ്രാളത്തിലങ്ങ് ശ്രദ്ധിച്ചില്ലടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും അളിയാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നീ ദൂരം സമയം തന്നിട്ട് വേണ്ടേ? അതല്ലടാ, അവളുടെ കാര്യം. ചെന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടാലോ? ആ ബെസ്റ്റ്. എടാ, അവളെ തേക്കാനുള്ള പരിപാടിയെന്ന് വിചാരിച്ച പെണ്ണ് വല്ല കടുങ്കയും ചെയ്തോണ്ടല്ലോ. എന്തോന്നൊക്കെയാടാ നീ പറയുന്നേ? ഞാൻ എൻ്റെ ആൻസിയെ തേക്കാനോ? എടാ, പാവം പിടിച്ചവണ്ണ് വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകാനായിരിക്കത്തില്ല മോനെ. നിന്റെ കൂടെ ജീവിക്കാനാ ഇനിയുള്ള കാലം മുഴുവൻ. എന്നാലും നിനക്കെൻ്റെ അവസ്ഥയെല്ലാം അറിയാവുന്നല്ലേ? എടാ, അവസ്ഥ ആലോചിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അവൾ ഇറങ്ങി വന്ന സ്ഥിതിക്ക് അടുത്ത പരിപാടി നമ്മൾ നോക്കണ്ടേ? നീ രജിസ്റ്റർ ചെയ്ത് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകും. ബാക്കി നമുക്ക് വീട്ടിലേക്കോ? എങ്കി എന്നെ തല്ലി കൊല്ലു. എന്ത് കട? അയ്യോ അമ്മ. എടാ, നിന്റെ അമ്മയല്ലേ? അവിടെ അമ്മയൊന്നും അല്ലല്ലോ. എടാ, അങ്ങോട്ട് എടുക്കല്ലേ? ഹലോ. എടാ കുരുത്തം കെട്ടവനെ, അച്ഛൻ തന്നെ വീട്ടുപാടകനെ ഓണക്ക് കൊടുത്തില്ലായിരുന്നു. അച്ഛന്റെ നിലയും വില നീ കളഞ്ഞു മുടിക്കുവോ? അയ്യോ, എന്തിനാ അധികം? എല്ലാം നശിപ്പിക്കാൻ ഇതുപോലെ ഒരുത്തം പോരെ. അത് അടയ്ക്കാതെ ഇങ്ങോട്ട് കാണാൻ വന്ന അച്ഛനായിരിക്കില്ല നിന്റെ മുട്ടുകാരെ തല്ലി ഓടിക്കുന്നത്. ഞാനായിരിക്കും, ഓർത്തോ നീ? തല്ലലും ഒടിക്കലും ഒക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ തെണ്ടി തിന്നാനും തെണ്ടി നടക്കാനും ഒക്കെ അവന് ഒരുപാട് സ്ഥലമുണ്ടല്ലോ. നമ്മളെ കൂടെ കൂട്ടാൻ പറയടി. മിണ്ടാതെ അവനത് അടച്ചോളൂ ഈ മനുഷ്യൻ. ഓ, നിനക്ക് പിന്നെ എന്റെ വായ അടപ്പിച്ചാ മതിയല്ലോ. അടച്ചില്ലെങ്കിൽ അവൻ എന്റെ തനി കൊണം അറിയും. പറഞ്ഞിട്ട് കേട്ടോ നീ? കേട്ടോന്ന്? ആ വിളിക്കാമേ. മൊത്തം വലിച്ച്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലോ, ഒരു ചായ അടിച്ചാലോ? എന്താണ്? നല്ല പഴക്കമുണ്ട്. എന്നെ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല്? കാപ്പിട്ടാ. അവളുടെ ഫോണ് നല്ല ഹാങ് ആയിരുന്നടാ. പുതിയ തുറന്ന വാങ്ങി കൊടുക്കാൻ ചെറുതായൊന്ന് മറിച്ച്. ഇത് പിന്നെ ഒട്ടും പൊട്ടിയിട്ടില്ലല്ലേ? വേസ്റ്റ്. എന്നിട്ട് പണ അവള് ചോദിച്ചിട്ടൊന്നും അല്ല കേട്ടോ. കഷ്ടപ്പെട്ട് ഉപയോഗിക്കണുണ്ടപ്പോൾ പാവം തോന്നി. ഇന്നിവനെ ഞാൻ പൊക്കും. കൊത്തൊന്നും ഇല്ലല്ലോ. സാലറി 10 വരുമല്ലോ, അതുവരെ പൊന്തൂലെന്നാ വിചാരിച്ചത്. പൊന്തിയ സ്ഥിതിക്ക് ഇനി വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. വൺസ് മോർ. അല്ലേലേ കേറല് പാടാ.
ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് നാട്ടിൽ കാലുകുത്താൻ പറ്റുമെന്ന് അറിയൂല. നിനക്ക് അച്ഛനെ അറിയാവുന്നല്ലേ പോളിയെ? ആ അളിയ, അവളെ കൊണ്ട് എങ്ങോട്ടേലും ഒളിച്ചോട്, അതായിരിക്കും ബെസ്റ്റ്. എന്തോന്ന് എടുത്ത് വെച്ച് എങ്ങോട്ടോടാ? ബൈക്കിൽ അവളുടെ അടുത്ത് എത്താനുള്ള എണ്ണ ഉണ്ടോ എന്ന് വരെ ഡൗട്ടാ. എനിക്ക് ആകെ കൂടെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാന്താവുക. നീ ഇതെന്ത് കാണിക്കുക? രാഹുൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ നോക്കിയതാ. അതിന് ഉറങ്ങുക, ഉണത്തണ്ട. നീ ആ പറവേ ഒന്ന് വിളിക്ക്. ആ ഞാൻ വിളിച്ചെന്താ കാണിക്കാൻ? ഇനി പറവ രാഹുലിൻ്റെ വേണം, എൻ്റെ ഇടണോ? എൻ്റെ ഇടാം. നീ റെഡിയാവുന്നില്ലേ? ആ സമയം പോകുന്നടാ. ആ ആ ആ ഇതിപ്പോ നീ വേഗം റെഡിയാവ്, ഞാൻ വിളിച്ചോളാം. ഇതിപ്പം ദേ അവള് വിളിക്കുന്നു. എന്നാ പിന്നെ രാഹുലിൻ്റെ ഇടാം. ആടി എത്തിയോ? ആ ഏട്ടാ, ഞാൻ ഇവിടെ എത്തി. ഏട്ടാ ഇറങ്ങിയോ? ഞാൻ ദേ ഇറങ്ങാൻ തുടങ്ങുന്നു. ഇവിടെ നിന്ന് എത്തേണ്ട താമസം. വേഗം വാ ഏട്ടാ, എനിക്കാണെങ്കിൽ പേടിയാവുന്നു. എന്തിനാ പേടിക്കണേ? മോളകത്തേറെ എന്തേലും ഓർഡർ ചെയ്തിരിക്കും, ഞാൻ വേഗം എത്താം. നേരത്തെ പരുവായിരുന്നല്ലോ ഇത്. അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് അവളെ കെട്ടണോടാ. ആ ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. നീ ആ പറവേ ഒന്ന് വിളി. ഇതിൻ്റെയൊക്കെ തല ഉന്തിയോ? തല ഉന്തിയോടേ? ആടാ, കള്ളൂടിയിൽ നിനക്കൊന്നും ഒരു ഡിസിപ്ലിനും ഇല്ലാട്ടോ. നിങ്ങൾ എന്നീന്ന് പറയാൻ പഠിക്കാനുണ്ട്. നീ സ്വന്തം ചിലനൊരു കുപ്പി എടുത്തിട്ട് ഞങ്ങളെ പാപ്പിച്ചാൽ മതി കേട്ടാ. ആ എടാ, ഞാൻ ഒന്നും പറയാനില്ല. ഇപ്പോൾ വിളിച്ചേ, ഇവിടെ ഒരു സീനുണ്ട്. എന്നാടാ? ഞാൻ എൻ്റെ കൊടുക്കാം. വാ. ഡാ ഞാനാ, നീ എവിടാ? ഞാൻ പള്ളിയിലേക്ക് പോവാ. മച്ചാനെ ആകെ പ്രശ്നമായി. ഞങ്ങളുടെ കാര്യങ്ങളുടെ വീട്ടിൽ പോയി. അതിലിപ്പോ എന്താ ഇത്ര പ്രശ്നം? എന്നാണേലും എല്ലാവരും അറിയേണ്ടതല്ലേ. അതല്ല മച്ചാനെ, അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നടാ. എന്നാണ് ഇറങ്ങി വന്നോ? നിനക്ക് ഈ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതിപ്പോ എന്തായാലും ഇന്നിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, സൺഡേ ആണല്ലോ. മാത്രമല്ല രജിസ്റ്റർ ചെയ്യലൊക്കെ ഇപ്പൊ നല്ല ചടങ്ങാണ്. വീട് പണിയുടെ കാര്യത്തിന് അവിടങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ക്ഷമിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ധാരണയുണ്ട്. നിങ്ങൾ അവൻ്റെ പണി കഴിഞ്ഞ പുതിയ വീട്ടിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വരാം. പ്രിയ സഹൃദയതേ, നമ്മുടെ എല്ലാം പൊന്നോമനയും കണ്ണിലുണ്ണിയുമായ ശ്രീ മാക്കാൻ സൂരജ് അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റിംഗ് സൂൺ. നന്ദി, നമസ്കാരം. ഇന്നത്തേക്കുള്ളതായി ഇറങ്ങിയാടെ, ഞാൻ ഓടിക്കാം. അതാകുമ്പോൾ സേഫായിട്ട് അങ്ങ് എത്തും. എന്നാ വയനാട്ടം കൊണ്ട് അടുത്തോട്ട് പോണ്ട. എന്നാൽ അവൾക്ക് ഇത്ര ധൈര്യം എവിടെ നമ്മളെ കണ്ട പറയില്ല കേട്ടോ. തേക്കാനും ജ്യൂസ് അടിക്കാനും മാത്രമല്ല, സ്നേഹിച്ച ചങ്ക് കുറച്ചതിന് പെൺപിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ. ജ്യൂസോ? നമ്മുടെ മറ്റേ കീടം. ഓ ലവള്. എന്തായാലും ആൻസിയെ പോലൊരു പെണ്ണിനെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമോ. അതെ, ഏത് സാഹചര്യവും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പാവം കുട്ടിയാവള്. 10 മിനിറ്റ് പോലും വേണ്ടല്ലോ ഇവിടേക്ക്. നീ വിളിച്ചു നോക്ക്, എവിടെയാണെന്നറിയാമല്ലോ. പെട്രോൾ അടിക്കണം, നല്ല സേഫായിട്ട് അങ്ങ് എത്തത്തുള്ളൂ. ഹലോ. ഹലോ, നിങ്ങൾ എവിടെയാ? ഇപ്പൊ എത്തു. എണ്ണ തീർന്നായിരുന്നു. കഷ്ടം. എന്തായാലും ഇതൊന്നും അവളോട് പറയാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ നെഗറ്റീവ് അടിപ്പിക്കുന്നത്? എന്തു പറ്റി? എണ്ണ തീർന്നു. ബെസ്റ്റ്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞോ.
പമ്പിന്റെ അടുത്ത് വരെ എത്തി. ഇല്ല പെട്ടേനെ. ആ ഒരു കാര്യം ചെയ്യ്. സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ആ നിങ്ങളവിടെ നിന്നാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേ വേഗം വരാം. കേൾക്കോ. മാക്കാനേ ഡാ, ഇന്നൊരു പരിപാടി നടക്കില്ലടാ. പിന്നെ രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങൾ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. അതുപോലെ നിങ്ങളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും നോട്ടീസ് ബോർഡിൽ ഇടേണ്ടി വരും. ആ വേറൊരു വഴിയില്ലേ? പിന്നെ നടക്കുന്ന കാര്യം ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടല. അത് നിങ്ങളുടെ അമ്പലത്തിൽ പറ്റില്ലേ? ആ. പറ്റുമായിരിക്കും, പക്ഷെ ആൻസി. ഓ, അവളുടെ കാസ്റ്റ് വേറെയാണല്ലോ അല്ലേ? അത് മാത്രല്ല, വീട്ടിലെ സീനാടാ. ഇതിപ്പോ ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് അവളെ കൊണ്ട് വീട്ടിലാക്കണ്ടേടാ. വല്ല PG യിലോ മറ്റോ ആക്കിയാലോ? മണ്ടത്തരം പറയില്ല മാക്കാനെ. അവളെ കാണാതാവുമ്പോൾ എന്തായാലും അവളുടെ കാർന്ന് ഒരു സ്റ്റേഷനിൽ പോകും. അപ്പോൾ PG സീന. അതിപ്പോൾ എന്തായാലും പോവും. നിങ്ങളെ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കാനുള്ള ചാൻസും ഉണ്ട്. അതിപ്പോൾ കെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും. അവളിൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതൊക്കെ അവൾ പറഞ്ഞോളും, ഒരു സീനും ഇല്ല. ആ തൽക്കാലം ഈ കാര്യം നമ്മുടെ സർക്കിളിൽ നിന്നാൽ മതി. എല്ലാം ഒന്ന് തീരുമാനമായിട്ട് അറിയിക്കാം. അയ്യോ, എന്നാടാ? ഞാനൊരു ചെറിയ ആവേശത്തിന് നമ്മുടെ ക്ലബിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എന്തോന്നാണ് ഇത്? ആരും കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യും. അത് പിന്നെ അത് മാത്രമേ നീ കാണാനുള്ളൂ. കൊള്ളാം. അവളാ? ആ ഹലോ, ആടി പമ്പ് കഴിഞ്ഞ് 10 മിനിറ്റ്. നീ ഒരു കാര്യം ചെയ്യ്, ഇവനെയും കൂട്ടി അവളുടെ അടുത്തേക്ക് ചെല്ല്. കാത്തിരുത്തി ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കണ്ട. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ സെറ്റാക്കാം. എടാ എന്നാ നിങ്ങൾ വിട്ടോ, നീ വണ്ടി എടുക്കുക. ഓക്കെ. മുന്നോട്ട് പോകും തോറും എനിക്കാണ് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ. വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കും? അമ്മേനെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഇന്നാണ് അമ്മയും കലിപ്പില്ല. ഓ പിന്നെ ഇതൊന്നും നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളല്ലേ. ആരാ? അയ്യോ അച്ഛൻ. വാടക അടയ്ക്കാത്തതിന് തെറി പറയാൻ വിളിക്കുന്നേ. അങ്ങേര് ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന അവൾ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. 2 തെറി പറഞ്ഞിട്ട് അങ്ങേര് വെച്ചോളൂ. പിന്നെ അതൊന്നും നിനക്ക് പുതുമയുള്ള കാര്യങ്ങളല്ലല്ലോ. എടുക്കാല്ലേ? പിന്നല്ലാതെ. ആലോചിച്ച സമയം കളയാതെ ആ കോള് കട്ടാവണതിന് മുന്നേ എടുക്കാൻ നോക്ക്. നീ ആ വണ്ടി ഒന്ന് സൈഡാക്ക്. ആ ഒരു മിനിറ്റ്. ആ ഹലോ. ആ അച്ഛാ, അത് ഞാൻ ശമ്പളം കിട്ടുന്നവരൊന്ന് തിരിച്ചതായിരുന്നു. ഓണറെ ഞാൻ വിളിച്ചോളാം. 10 ഞാൻ എന്തായാലും കൊടുത്തോളാം. ആ, അത് ഞാൻ കൊടുത്തു. നിന്റെ ജീവിതത്തിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോവാന്നറിഞ്ഞു. ഉള്ളതാണോ? അത് അച്ഛാ, പിന്നെ ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണോടാ ഞങ്ങൾ അറിയാൻ. നീ ആ കൊച്ചിനെ കൊണ്ട് നിന്റെ അമ്മായിയുടെ വീട്ടിലാക്ക്. ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അത് അവളുടെ ജാതി. ഈ ജാതിയൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയല്ലേ. ഇത്രയും പോരെ? ബാക്കി നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മതി അച്ഛാ, മനസ്സിലായി. അതെ, വള വള അവന് കൊടുക്കാം. ആ. വരാൻ പറ. എന്നാലേ നീ ഇതൂടെ കേട്ടോ. നിന്റെ തള്ളയുടെ 2 വളയും ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയി വിൽക്കുവോ പണയം വെക്കുവോ എന്തുവാന്ന് വെച്ചാൽ ചെയ്തിട്ട് ഒരു ചെറിയ താലിയും മാലയും അങ്ങ് വാങ്ങിക്കും. നമ്മുടെ ഗുരുമന്ദിരത്തിലെ രഘുവിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നാളെ അവിടുന്ന് താലിയും കെട്ടി വീട്ടിലോട്ട് ഇങ്ങ് കയറാം. ഇവിടെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? വാടക വീടാണെങ്കിലും ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമല്ലേ? എന്തേ ഓക്കെ അല്ലേ? ഡേ, നീ എന്തോ വിചാരിച്ചേ? ഈ സിനിമയിൽ കാണുന്ന പോലെ അച്ഛൻ്റെ മാസ് ഡയലോഗ് ആണെന്നു. മാസ് കോപ്പ്. എടി ഇങ്ങനല്ലാതെ ഇവനൊക്കെ എവിടുന്ന് പെണ്ണ് കിട്ടാനാ? എടി ഇവന് വേണ്ടി പെണ്ണാലോചിച്ച് ബ്രോക്കറിന് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിനെ ഈസി ആയിട്ട് കെട്ടിച്ചു വിടാം. ഇവനെ പോലെ ഒരുത്തൻ ഇവിടെ പെണ്ണാലോചിച്ച് വന്നാൽ നമ്മൾ കെട്ടിച്ചു കൊടുക്കുവോ? നീ കെട്ടിച്ചു കൊടുക്കുവോ? അവന് നന്നാകാനുള്ള യോഗം ഉണ്ടെങ്കിൽ അവൻ ഇതുകൊണ്ട് നന്നായിക്കോളും. ആ കൊച്ചിന് ഇതിലും വലുത് ഏതോ വരാനിരുന്നതാ യോഗം. അങ്ങനെ നിന്റെ ലവ് സ്റ്റോറിയും ഹാപ്പി എൻഡിങ് ആയാലും മോനെ. ട്രൂ ലവ് നെവർ ഡൈസ്, ഇറ്റ് ഓൺലി ഗ്രോ സ്ട്രോങ്ങർ മാൻ. ശരിയാ, ഇതൊക്കെയാണ് ആത്മാർത്ഥ പ്രണയം. നമ്മളൊക്കെ എത്ര സ്നേഹിച്ചാലും തേച്ചം കുട്ടിക്കുവോ നീ. ഞാൻ അവളെയും കൂട്ടിയിട്ട് വരാം.
നീ ഇരുന്നോ, ഞാൻ ഇപ്പോൾ വരാം. എൻ്റെ മുത്തിനെ ഒന്ന് വിളിച്ചാലോ? ഹലോ, ഇതാ നമ്മുടെ ഒന്നും ആത്മാർത്ഥയ്ക്ക് ഒരു വിലയില്ല. നമ്മുടെ കാര്യം നാട്ടിൽ മൊത്തം അറിഞ്ഞു. ആണി എൻ്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞു, ആകെ പ്രശ്നമാക്കി. പപ്പനെ ആദ്യമായിട്ട് തല്ലി. ആളുകൾ ശ്രദ്ധിക്കുന്നു, കരയല്ലേ. എന്നായാലും അറിയേണ്ടതല്ലേ, കുറച്ച് നേരത്തെ അറിഞ്ഞെന്ന് വിചാരിച്ചാ പോരെ. സാർ ഓർഡർ പ്ലീസ് സാർ. പറയാം. ഓക്കെ സാർ. നാട്ടിലെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു നല്ല കല്യാണാലോചന വരുമോ? എനിക്കൊരു നല്ല കല്യാണാലോചന വരുമോ? നിന്നെ സ്നേഹിച്ചത് എന്റെ തെറ്റ്. ഇനി നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ചേട്ടാ, കോളടിച്ചല്ലേ. ആന്റിയുടെ ഹണിമൂണിന് എങ്ങോട്ടാ? വെച്ചിട്ട് പോണം.